Don't share your dream to everyone. നമ്മുടെ ലൈഫിൽ എല്ലാവരും നമ്മുടെ സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ പാടില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും വിജയിക്കണം, വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളുടെ മദറായിരിക്കും. ഓക്കെ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും കോഴ്സ് വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ഒരുപാട് മോട്ടിവേഷൻസ്, അതുപോലെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി. ലൈഫിൽ എങ്ങനെ വിജയിക്കണം, എത്രത്തോളം ബുദ്ധിമുട്ടാണെങ്കിലും വളരെ കഷ്ടപ്പാടുള്ള കാലഘട്ടത്തിലാണെങ്കിലും ഏതൊരാൾക്കും വിജയിക്കാൻ കഴിയും എന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് സിൽവ ജോസഫ് സാറ് നമ്മളോട് പറഞ്ഞു തന്നു, ഷെയർ ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വലിയ സ്വപ്നങ്ങൾ കാണാം. ഓക്കെ, നിങ്ങളൊക്കെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു, ഇവിടുത്തെ സ്പെഷ്യൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, സ്കിൽഡ് ആണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് വേണ്ടത് വലിയ ഡ്രീംസ് ആണ്, അതോടൊപ്പം ബിലീവ് സിസ്റ്റം. എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ബിലീവ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് ഒരു ഡ്രീമാണ് നല്ല ജോലി നേടാനുള്ളത്. ജോലി നേടുന്നതിനോടൊപ്പം ഒരു ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റ് കിട്ടുക, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് ഇന്നത്തെ കാലത്ത് ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. കാലിക്കറ്റ്, കൊച്ചി പോലത്തെ സിറ്റികളിൽ. അപ്പൊ നമുക്ക് ഇൻഫർമേഷൻസ്, അതുപോലെ സെൽഫ് ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ ഡയറക്ടർ ഡോക്ടർ റഫീഖ് സാർ പറയുണ്ടായി, സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, നമ്മൾ ഒരുപാട് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് സിസ്റ്റത്തിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഈസ് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ എങ്ങനെയെങ്കിലും വിജയിക്കണം, വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തി നിങ്ങളുടെ മദറാണ്. അപ്പൊ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ആദ്യം നിങ്ങൾ പങ്കുവെക്കേണ്ടത് നിങ്ങളുടെ മദറിനോടായിരിക്കും. അത് വലിയ സ്വപ്നങ്ങളായിക്കോട്ടെ. ഇപ്പോഴത്തെ നിങ്ങളെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ചിരി വരും. നീയാണോ നടക്കാനുള്ള കേസ? ഓക്കെ, എങ്ങനെയായാലും എന്റെ കുട്ടി ആഗ്രഹിക്കുന്ന പോലെ ആവട്ടെ എന്ന് പറയാം അവര്. ഓക്കെ, എന്നാലും നിങ്ങളെ സ്വപ്നത്തിന്റെ വലിപ്പമാണ്. അപ്പൊ നമ്മൾ സ്വപ്നം ഒരാളോട് പങ്കുവെക്കുമ്പോൾ അവർക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഓക്കെ, അതുപോലെ നമ്മൾ എല്ലാവരോടും പറഞ്ഞു വെക്കരുത്. Don't share your dream to everyone. നമ്മുടെ ലൈഫിൽ എല്ലാവരും നമ്മുടെ സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ പാടില്ല. അതിനൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ഈ കഥ വളരെ സിമ്പിൾ ആണ്. എന്താ പറഞ്ഞാൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇതിൽ എത്ര ആളുകൾ കുളത്തിൽ ചാടാൻ പോകാറുണ്ട്? കുളത്തിൽ ചാടിയാരൊക്കെ, കുളത്തിൽ ചാടി കുടിച്ച ആൾക്കാരൊക്കെ ഒന്ന് കൈയൊക്കെ. ഓക്കെ, കുളത്തിൽ ചാടാൻ പോയ ആളുകൾക്ക് ഇത് റിലേറ്റബിൾ ആണ്. ഒരിക്കലും ഒരു കുട്ടി തവള കുളം ചാടാൻ പോയി. കുളം ചാടാൻ പോകുമ്പോൾ നമ്മൾ എന്താ കൊണ്ടുപോകുക? തോർത്തുകൊണ്ടുപോകും. അവർക്ക് അതിനുള്ള സോപ്പും സാധനങ്ങളായിട്ടൊക്കെ പോകും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പഞ്ചായത്ത് കുളത്തിൽ ചാടാൻ പോയപ്പോ അവിടെ ഭയങ്കര ചാടിക്കുടി നടക്കുന്നു, നല്ല ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട്. അപ്പൊ അത് പൊളിക്കാം എന്നുള്ള ലൈനിലാണ് ഇവൻ പോയത്. അപ്പൊ പോയി തുണിക്കുപ്പായൊക്കെ ഒന്ന് മാറ്റി തോർത്തിന്റെ അടുത്ത് നിൽക്കുന്ന നേരത്താണ് അവിടെ വലിയൊരു പോക്കറാച്ചത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. അതാണ് വലിയൊരു തവള ഇരിക്കുന്നുണ്ട്. വലിയ തവള കുറച്ച് പ്രായമുള്ള ആളല്ലേ, ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ ഇനിയിപ്പോ ഇയാളവിടെ പടിമുന്നിൽ നിൽക്കുമ്പോ ഇയാളോട് ചോദിച്ചാലൊക്കെ ചാടിയാല് അതൊരു മര്യാദക്കാരാവില്ല എന്നുള്ള രൂപത്തിൽ ചോദിച്ച്, അല്ല ഞാനും ചാടട്ടെ വരുമെന്ന് ചോദിച്ചു. അപ്പൊ എടുത്തേക്കാണ് ഈ ആറുണ്ടാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവരൊക്കെ ചാടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഓരോ എന്നോട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവരൊന്ന് എന്നോട് വെച്ചിട്ടുള്ള ചാടിയതെന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങളെ സ്വപ്നം ഒരു കാരണവശാലും ചെയ്യരുത്, എല്ലാവരും പോയി പറയരുത്. ഈ കുട്ടിക്കാവ് ആരുടെ അനുവാദം ചോദിച്ചതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും നിങ്ങൾ എല്ലാവരോടും പോയി പാട്ട് പറയരുത്. ഓക്കെ, എന്നാൽ നമ്മുടെ സ്വപ്നങ്ങൾ വേറൊരു സുഹൃത്തുമായിട്ട് പങ്കുവെക്കുമ്പോൾ അവൻ പറയും, ഇവിടെ ചെന്നാൽ എനിക്ക് ബ്രാൻഡ് വെറും നടക്കാനുള്ള കേസല്ല, ഇടങ്ങളിലൊക്കെ റിസ്ക് ഉണ്ടായിരിക്കുമ്പോൾ പോസിബിൾ അല്ല ഈ കാലഘട്ടത്തിൽ, അത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ അത് അവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് പറയേണ്ടി വരില്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കേൾക്കുമ്പോൾ എല്ലാവരും പറഞ്ഞതിലൊരു കാര്യമുണ്ടോ, ഇത് നടക്കൂലോ. അങ്ങനെ രണ്ടാളും നിങ്ങളോട് നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങൾ സ്വപ്നം എന്തായി പോകും, അവിടെ ഇട്ട് വരും. അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വപ്നങ്ങള് മറ്റുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യരുത്. ഓക്കെ, have a big dream in your mind and just believe that you can achieve. Okay, so if you have a strong mind, if you have a strong dream in your mind, definitely you can achieve that. Okay, so just believe that you can. Okay, so എല്ലാവർക്കും
വലിയൊരു വിജയാശംസകൾ ഞാൻ നേരെയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും യു മസ്റ്റ് ബി ആൻ എംപ്ലോയർ ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ഒരു ജോലിക്കാരനാവണം. ഫസ്റ്റ് ആദ്യം തന്നെ സിൽവൻ റിസോഴ്സർ പറഞ്ഞ പോലെ വളരെ നടക്കൂല. ഓക്കെ, ആദ്യം ജോലിക്കാരനാവണം. ജോലിക്കാരനായിട്ട് എക്സ്പീരിയൻസ്ഡ് ആവുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. Again and again, just try to learn new things in your life. Definitely one day you can be. Okay, 2030 മുസ്തഫ സാർ പറഞ്ഞതുപോലെ have a vision in your mind. Okay, 2030 ഒരു വിഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾ എഴുതി വെക്കുക, ആരും പങ്കുവെക്കണ്ട. ജസ്റ്റ് ബിലീവ് ദാറ്റ്. ഓക്കെ, ഒരു ദിവസം എനിക്കും ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ കഴിയും. മുസ്തഫ സാർ നിങ്ങളോട് പറഞ്ഞത് അത്രയും വലിയ ബുദ്ധിമുട്ടുള്ള പ്രാരാബ്ധ സമയത്ത്, ആ ഒരു സമയത്ത് വളർന്നൊരു വ്യക്തിക്ക് ഈ ഒരു റേഞ്ചിൽ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിലേക്ക് എത്താൻ കഴിയും. എല്ലാവർക്കും ലൈഫിൽ ഉയർന്ന മേഖലയിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.